നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അസമിലെ ജോർഹാട്ടിൽ വ്യോമസേനയുടെ വിമാനം തകർന്നു വീണ് 5 വ്യോമസേനാ സൈനികർക്ക് വീരമൃത്യു. വ്യോമസേനയുടെ AN-32 എന്ന ട്രാൻസ്പോർട്ട് വിമാനമാണ് റോറ എയർഫോഴ്സ് സ്റ്റേഷനിൽ തകർന്നു വീണത്. അപകടത്തിൽ വിമാനത്തിന്റെ കോ പൈലറ്റ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇയാൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 45 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന വിമാനമാണ് തകർന്നത്. ഇന്ന് രാവിലെ 10 മണിക്കാണ് അപകടം നടന്നത്. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജന്റ് ജിതേന്ദ്ര ശർമ്മ, 2 അഗ്നിവീറുകളായ ഖേമാറാം കുമാവത്ത്, ഡാനിഷ് ആലം എന്നിവരാണ് മരിച്ചത്. അരുണാചൽ പ്രദേശത്തിൽ നിന്ന് പുറപ്പെട്ട വിമാനം അസമിലെ ജോർഹാട്ടിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം. തകർന്നു വീണ വിമാനത്തിന് തീപിടിക്കുകയും ചെയ്തിരുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട വിമാനം ജോർഹട്ടിലെ റൺവേക്ക് സമീപത്തെ തുറന്ന ഇടത്തേക്ക് തകർന്നു വീഴുകയായിരുന്നു. ഇന്ത്യൻ വ്യോമസേന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രധാന ട്രാൻസ്പോർട്ട് വിമാനങ്ങളിൽ ഒന്നാണ് AN-32. രാജ്യത്തുടനീളമുള്ള സൈനിക നീക്കങ്ങൾക്കും ലോജിസ്റ്റിക് ദൌത്യങ്ങൾക്കും ഈ വിമാനം ഇന്നും വളരെ നിർണായകമായ പങ്കാണ് വഹിച്ചുവരുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന ചരക്ക് സൈനിക ഗതാഗത വിമാനങ്ങളിൽ ഒന്നാണ് AN-32. സോവിയറ്റ് യൂണിയനിൽ വികസിപ്പിച്ച 2 എഞ്ചിനുള്ള ടർബോപ്രോപ്പ് വിമാനം ഇന്ത്യൻ സാഹചര്യങ്ങൾ പരിഗണിച്ച് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തതാണ്. ഉയർന്ന പ്രദേശങ്ങളിലെയും അതിശൈത്യമോ അത്യുഷ്ണമോ ഉള്ള കാലാവസ്ഥയിലെയും പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായതിനാൽ ഹിമാലയൻ മേഖലകളിലേക്കും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും സൈനിക സാമഗ്രികളും സേനാംഗങ്ങളെയും എത്തിക്കുന്നതിൽ ഈ വിമാനങ്ങൾക്ക് നിർണായക പങ്കാണുള്ളത്. ഏകദേശം 7.5 ടൺ ചരക്കോ 50 യാത്രക്കാരെയോ വഹിക്കാൻ AN-32 വിമാനത്തിന് സാധിക്കും. അല്ലെങ്കിൽ 42 പാരാട്രൂപ്പർമാരെ വിമാനത്തിന് വഹിക്കാനാകും. ജോർഹട്ട് വ്യോമസേനാ താവളം ഇന്ത്യൻ വ്യോമസേനയുടെ കിഴക്കൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗത കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള അതിർത്തി മേഖലകളിലേക്കുള്ള വ്യോമ വിതരണ ദൌത്യങ്ങളുടെ പ്രധാന ആസ്ഥാനമായും ഇത് പ്രവർത്തിക്കുന്നു. പരിശീലന പറക്കലിനിടെയാണ് അപകടം എന്നാണ് വിവരം. തീ നിയന്ത്രണ വിധേയമാക്കാനും സ്ഥിതിഗതികൾ വിലയിരുത്താനും അടിയന്തര നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അപകടത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. തന്ത്രപ്രധാനമായ അപ്പർ അസമിലെ വ്യോമതാവളത്തിന്റെ സമീപ പ്രദേശത്താണ് AN-32 ട്രാൻസ്പോർട്ട് വിമാനം തകർന്നു വീണത്. അരുണാചൽ പ്രദേശത്തിൽ നിന്ന് ജോർഹട്ടിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് വിമാനം അപകടത്തിൽപ്പെട്ടത്. അപകട വിവരം ലഭിച്ചതിനെ തുടർന്ന് അടിയന്തര രക്ഷാപ്രവർത്തന സംഘങ്ങൾ സ്ഥലത്തെത്തി. അപകട കാരണം കണ്ടുപിടിക്കാൻ വ്യോമസേന അന്വേഷണം തുടരുന്നു. വടക്കുകിഴക്കൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർബേസുകളിൽ ഒന്നാണ് റോറിയ എയർഫോഴ്സ് സ്റ്റേഷൻ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജോർഹട്ടിൽ നിന്ന് പരിശീലന പറക്കലിനായി പുറപ്പെട്ട സുഖോയ് Su-30 MKI യുദ്ധവിമാനവും ജോർഗട്ട് എയർബേസിൽ നിന്നും 60 കിലോമീറ്റർ മാത്രം അകലെ കാർബി ആംഗ്ലോങ് ജില്ലയിലെ ബോഗച്ചാൻ സബ് ഡിവിഷനിൽ ഇംഗ്ലോക്ക് ഇക്കോപ്പി ഹില്ലിൽ തകർന്നു വീണ് 2 പൈലറ്റുമാർ കൊല്ലപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ പുതിയ അപകടവും വ്യോമസേനയുടെ സുരക്ഷാ നടപടികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. 1986 ശേഷം ഇന്ത്യയിൽ AN-32 വിമാനങ്ങൾ ഉൾപ്പെട്ട ഏകദേശം 22 അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഒടുവിലത്തെ AN-32 അപകടം സംഭവിച്ചത് കഴിഞ്ഞ വർഷമായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.